അപ്പൊ ഞങ്ങൾ നീ എന്തുട്ടാണ് നീ പറയണേ നീ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നീ പറയണം, നീ പോയിട്ട് പരിപാടി അവരുടെ ഇടിയുള്ളാണ്ട് പോകുന്നത് ഭാഗ്യം എന്ന് പറയാണ്. അപ്പോഴാണ് ഇവന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായ കാര്യം. രേണുസുതി അവള് ഇവൻ പറയണ്, ഇവന്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞു രേണുസുതി അവള് ബിഗ് ബോസിൽ കയറി, ഞാനാണ് അവളെ ഫേമസ് ആക്കിയത്, റീച്ച് ആക്കിയതും എടുത്ത് കറക്കി ഫേമസ് ആക്കി. അവൾ ആ റീല് മില്യൺസ് ഓഫ് ആളുകൾ കണ്ട്, അതുകൊണ്ട് അവള് ബിഗ് ബോസിൽ പോയി. എനിക്ക് കയറാൻ പറ്റിയില്ല. അവള് കുശുമ്പുണ്ട് ഇങ്ങനെ പറയണവൻ. അപ്പൊ ഞങ്ങള് പറഞ്ഞു നിനക്ക് നീ ബിഗ് ബോസിൽ പോയി എന്ത് ചെയ്യാനാണ്? പിന്നെ ഞങ്ങള് കളിയാക്കാൻ തുടങ്ങി, ബിഗ് ബോസിൽ പോയി എന്ത് ചെയ്യും, ഈ രഹസ്യം പറഞ്ഞ് വിളിച്ചൊന്നും ചെയ്യും. അവന്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ അവൻ ചിരിച്ച് തമാശ പ്രശ്നം തീർന്നു. അപ്പൊ ഇനി ആ കേസ് വിട് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ പഴയ ഈ പ്രോഗ്രാമിന്റെ കേസ് പറഞ്ഞു, വലിയ കേസ് വിട്, കഴിഞ്ഞ് നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് പോകാം, കാരണം മഴ റോഡൊക്കെ വളരെ മോശം, വെള്ളം കയറി നിൽക്കുന്നത്. ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞ് നമ്മൾ തൃപ്രയാർ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ ഇവരുടെ കോള് വന്നു. ഇവരുടെ മൊബൈലിലേക്ക് വന്നു. ആ മൊബൈലിൽ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് ഇട്ടിട്ട് ഞാൻ കേട്ടാണ്, ആ ചേട്ടാ നിങ്ങൾ പോയാ ആ തൃശ്ശൂർ അവരോട് പറയാതെ ഇറങ്ങി പോയിട്ട് അതല്ല. അതായത് പയ്യൻ വന്നാ ശരിയിട്ടെന്ന് പറഞ്ഞാൽ പോയി. അപ്പൊ നമ്മളിവിടെ പറയണം അപ്പൊ നിങ്ങൾ പോയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പോയി, ഞങ്ങൾ പോകുന്നേട്ടാന്ന് പറഞ്ഞു. അവന് വയ്യ, അവന് സൂല, അവന് 9 മണി കഴിഞ്ഞിട്ട് വയ്യാതെ വർഷം കഴിച്ചിട്ട് ആശ്രയം വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു കഷ്ടമല്ല, ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നിങ്ങൾ മോശമായിട്ട് പെരുമാറെ രാത്രി വിളിച്ചു വരുത്തിയിട്ട് ചേട്ടാ വൈകിട്ട് ക്ഷമിക്കണമെന്ന് അവരിങ്ങോട്ട് പറഞ്ഞു. അതിനുശേഷം അവര് പറഞ്ഞു പൈസ എത്ര ഞങ്ങൾ ഇട്ടുതരാന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു പൈസ ഓൾറെഡി വേണ്ടാന്ന് പറഞ്ഞേക്കാണ്. അതല്ലാണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടാ മതി. അങ്ങനെ ഇവൻ പറഞ്ഞ് ഇഷ്ടമുള്ള പൈസ നിങ്ങൾ ഇട്ടാൽ മതി, ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ലാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് ഓക്കെ ഏട്ടാ ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിന്നെ അവർ ഡാൻസിനും കാര്യങ്ങളും അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് പൈസ തരാൻ തയ്യാറായിരുന്നു. അവര് പൈസ തരാന്ന് വെച്ചാൽ അവര് പറഞ്ഞ കാര്യങ്ങളാണ്, എത്ര പറയാലോ. ഈ പൈസ വരുന്നതും അലിൻ ജോസിന്റെ അക്കൗണ്ടിലാണ്. ഈ പൈസ വരാൻ പോകുന്നത് ആരാ? ആദ്യം അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്താരാ? അക്കൗണ്ടിലേക്ക്. അവരാണ് അഡ്വാൻസ്. അപ്പൊ ഈ വരാൻ പോകുന്നത് ക്യാഷും വരാൻ പോകുന്നത് പിന്നെ വേറെ നമുക്ക് കൂടുതൽ സംസാരിക്കണം. നമുക്കറിയില്ല വന്നിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല.